സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം, സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. അങ്ങനെ ഡേ 50 ബിഗ് ബോസ് സീസൺ 7 മലയാളം. അങ്ങനെ പകുതി സീസൺ കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ആസിഫ് അലി പറഞ്ഞൊരു ഡയലോഗ് കാര്യമുണ്ട്, അത് വളരെ സത്യമാണ്. ആക്ച്വലി ബിഗ് ബോസ് ഡെയിലി അമ്മ കാണുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു ബിഗ് ഫാനാണ് ബിഗ് ബോസിൻ്റെ സീസൺ 1 മുതൽ. അതിൽ സീസൺ 6 ആണ് ഞാൻ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാത്തൊരു സീസൺ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സീസൺ 6ഉം സീസൺ 5ഉം ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ആസിഫ് അലി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ചില ഡയലോഗുകൾ ഉണ്ടല്ലോ, അത് നമ്മളെ ഓഡിയൻസിലോട്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. ഈവൻ തോ അനീഷിൻ്റെ ഒരു ഫാൻ അല്ലെങ്കിലും എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ തന്നെ അനീഷ് വന്നിട്ട് എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അനീഷിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ സുപ്രഭാതം സുപ്രഭാതം എന്ന് പറയുന്നത് ആ സംഭവം ഒരു ഇറ്റ്സ് വെരി ഫണ്ണി. ലൈക്ക് നമ്മളെ ഡെയിലി ലൈഫിൽ ആ സാധനം മൈൻഡിലോട്ട് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഡയലോഗുകൾ. സോ ഡേ 50 എന്താണ് കാര്യമായിട്ട് നടന്നത്? ഫസ്റ്റത്തെ ഒരു എപ്പിസോഡിൽ തന്നെ കാണിക്കുന്നത് ബിന്നിയുടെ കുത്തിത്തിരിപ്പ് ടു ആരോടായിരുന്നു? അഭിലാഷിനോടുള്ളത്. അതായത് ആദ്യം ക്യാമറ ഫോക്കസ് ചെയ്തത് ജിസേൽ ആര്യനാണ്. എനിക്ക് തോന്നുന്നില്ല ജിസേൽ ആര്യൻ ദേ ആർ അതായത് അവർ ഒരു ഫേക്ക് ലവ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് അതൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് കുത്തിത്തിരിപ്പായിട്ടുള്ള ബിന്നി അത് ഓൾറെഡി ഒരു സാധനം കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ എപ്പിസോഡിൽ ഒന്നീലിൻ്റെ കൂടെയും സാബുമാൻ്റെ കൂടെ അഭിലാഷ് കിടന്ന് അത് പറയുന്നുണ്ട്. സോ സ്റ്റാർട്ടഡ് ഫ്രം ബിന്നി. എല്ലാ കൂത്തുതിരിപ്പിൻ്റെ പിന്നിലും മാസ്റ്റർ ബ്രെയിൻ ബിന്നിയാണ്. വേറെ ഒരു ഗെയിമും അല്ല. മറ്റുള്ളവരെ ഇതിൽ തുമ്പ് പിടിച്ച് നടക്കലാണ് ബിന്നിക്ക് അറിയുള്ളൂ. വേറെ ഒന്നും അറിയില്ല. ബിന്നിക്ക് കുത്തിത്തിരിപ്പല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല. ഫസ്റ്റൊക്കെ ഞാൻ ഈ ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോൾ ആദ്യത്തിൽ നിങ്ങൾ തന്നെ എൻ്റെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. നല്ലൊരു കിടിലൻ ഗെയിമറാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇപ്പം ഞാൻ മാറ്റി പറയുന്നു, മൂപ്പരാളൊരു വലിയ ഗെയിമറൊന്നുമല്ല. വെറും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ അതിനൊരു ഓപ്പർച്യൂണിറ്റി നോക്കി നടക്കുന്ന ഒരു കോണ്ടസ്റ്റൻറ്റ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ രാവിലെ തന്നെ ജിസൈലിൻ്റെ ആര്യനും മുടിയുടെ ലവ് ട്രാക്കാണ്, ഈ ഒരു സീസണിലത്തെ ലവ് ട്രാക്ക് ഇവരാണ്, അവർ പറയുന്നില്ല എന്നൊക്കെ പിന്നെ അങ്ങനെ അഭിലാഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അഭിലാഷിൻ്റെ മൈൻഡിലോട്ട് അത് ഇൻജെക്റ്റ് ചെയ്ത് കൊടുത്ത് ബിന്നി. അതിൽ ഭയങ്കര കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ബിന്നി കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ആരും ഈ ഒരു സീസണിൽ കിട്ടും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചണിലോട്ട് പോയി. നെവിൻ ആ ഷാനവാസിൻ്റെ കേസ് ഇപ്പോഴും വിട്ടിട്ടില്ല. മൂപ്പുള്ള ആറ്റിറ്റ്യൂഡിലും കാര്യങ്ങളിലും മൂപ്പുള്ള ഓൾറെഡി അത് ഓപ്പണായിട്ട് പറഞ്ഞു, എനിക്കത് വിടാനുള്ള ഇതില്ല എന്ന്. അതായത് മൂപ്പുള്ളത് കംപ്ലീറ്റ്ലി അത് മറന്ന് കളയാനുള്ള പ്ലാൻ ഇല്ല എന്നാണ് നെവിൻ അനീഷിൻ്റെ അടുത്തുള്ള കോൺവെർസേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കിച്ചണിൽ ഡയറക്റ്റ് 8th വീക്കിലോട്ടുള്ള നോമിനേഷൻസ്. പിന്നെ അനീഷിന് ഇനി നോമിനേറ്റ് ചെയ്യാം. ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത്, ഓപ്പൺ വേണോ അതോ ക്ലോസ്ഡ് വേണോ? അനീഷ് സെലക്ട് ചെയ്യുന്നു, ഭയങ്കര ധൈര്യത്തോടെ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ നോമിനേഷൻ മതിയെന്ന്. ഒരു മിക്ക നല്ല സ്ട്രോങ് കോണ്ടസ്റ്റൻസ് ഇത്തവണത്തെ ഇതിലുണ്ട്. നോമിനേഷനിലുണ്ട്. നൂറയുടെ പവറിൽ നൂറയ്ക്ക് ഒരു ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാം. അത് നൂറ ചെയ്തത് അക്ബറിനെയാണ്. നൂറൊക്കെ ഡൗണായി, ഒരു ഇത്രയും ലെവലിൽ പീക്ക് ലെവലിൽ വന്ന് ഇപ്പോൾ ഗെയിം ഡൗൺഫോൾ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലെങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്, അതേപോലത്തെ നൂറയുടെ ഗെയിം പ്ലാൻ ഡൗൺലോട്ടാണ്. ഐ ഡോണ്ട് തിങ്ക് അക്ബറിനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പാർട്ട് ഓഫ് നൂറയുടെ ഗെയിം ആയിരിക്കും. അക്ബറിനെ നൂറ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അക്ബർ ഇത്തവണത്തെ നോമിനേഷനിൽ വരില്ലായിരുന്നു. കാരണം ബാക്കിയുള്ള ആൾക്കാരൊന്നും അക്ബറിനെ സെലക്ട് ചെയ്തിട്ടില്ല. സോ വീക്ക് 8 സെലക്ട് ചെയ്ത നോമിനേഷനിൽ വന്ന ആൾക്കാർ അക്ബർ ഉണ്ട്, സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള അനീഷ് ഉണ്ട്, പിന്നെ ആദില, ലക്ഷ്മി, സാബുമാൻ, ബിന്നി, ജിഷിൻ. നല്ല കട്ടക്കുള്ള ഇതാണ് ഈ ഒരു വീക്ക് 8 നോമിനേഷൻസ് കേട്ടോ. കണ്ടറിയാം ആര് തന്നെ പുറത്താവുന്നു. ഈ ഒരു വീക്കിൽ എന്തെങ്കിലും ട്വിസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ, ലൈക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് ആയിട്ട് ഈ ഒരു നോമിനേഷനിൽ ആൾക്കാർ കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സാബുമാൻ, ജിഷിൻ, ബിന്നി, ലക്ഷ്മി, ആദില, ഈ 5 പേര് എനിക്ക് തോന്നുന്നു അനീഷും അക്ബറും സേഫ് ആയിരിക്കും. ഈ 5 പേരിൽ സാബുമാൻ, ആദില, ജിഷിൻ, ഈ 3 പേരിൽ ഇവരെന്തെങ്കിലും ഇമ്പാക്റ്റ്ഫുൾ കൊടുക്കുന്നത് അനുസരിച്ചായിരിക്കും ആരെ എവിക്റ്റ് ആവാണ്ടിരിക്കുക. വിൽ സി ഹൗ ഇറ്റ് ഗോസ്. എന്നാലും എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് സാബുമാൻ ഇപ്പോഴും ഹേ
അത് മൂപ്പരുടെ ഇൻസ്റ്റാ പേജ് ഒരു രക്ഷയില്ല, കിടിലാണ്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരുടെ വേ ഓഫ് പ്രസൻറ്റേഷൻ. ബട്ട് ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല സാബുമാൻ. എങ്ങനെയാണ് റെന ഫാത്തിമ ഔട്ടായത്? ഹൗ സാബുമാൻ സർവൈവ്? ഐ ഡോണ്ട് നോ. ഓഡിയൻസ് എന്താണ് സാബുമാനിൽ കാണുന്നത്? ചുമ്മാ മിണ്ടാണ്ടിരിക്കലാണോ? നിങ്ങൾ നല്ലൊരു ഗെയിമർ ഒന്നല്ല റെന ഫാത്തിമ, ഒരു ആവറേജ് ഗെയിമർ, ബെറ്റർ ഗെയിമർ ദാൻ സാബുമാൻ. മൂപ്പരളെ ഔട്ടാക്കിയിട്ട് സാബുമാനെ വെച്ചിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? എന്താണ് ഇതിൻ്റെ സ്ട്രാറ്റജി? ഐ ഡോണ്ട് നോ. അത് കഴിഞ്ഞ് നേരെ ഒരു ടാസ്ക്കാണ് സിനിമാ കഥ. മിറാഷിൻ്റെ ട്രെയിലർ കാണിച്ചു കൊടുത്തു. 3 ടീമായിട്ട് 5 ആൾക്കാരായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ടീം എ, ബി, സി. അതിൽ ആ ട്രെയിലർ കണ്ടിട്ട് ഉത്തമമായിട്ടുള്ള ഒരു സ്റ്റോറി എഴുതുക. എന്നിട്ട് അതിലത്തെ വിന്നറിനെ ജിത്തു ജോസഫ് അനൗൺസ് ചെയ്യും. സോ മിറാഷിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിലോട്ട് സീസൺ 7 ബിഗ് ബോസ് ക്ഷണിക്കുകയാണ് ജിത്തു ജോസഫ്, ആസിഫ് അലി, അപർണ ബാലമുരളി ആൻഡ് അർജുൻ. ജിത്തു ജോസഫിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ക്ലാസിക് ത്രില്ലറിൻ്റെ എന്താ പറയുക, ത്രില്ലറിൽ നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, ഒരു ഒരു കിഡിലൻ ഡയറക്ടറാണ്. ത്രില്ലർ മൂവീസ് ദൃശ്യം 1, 2, മെമ്മറീസ്, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ 2024-25 ക്വാളിറ്റി ആൻഡ് സക്സസ്ഫുൾ മൂവീസ് ഡെലിവർ ചെയ്യുന്ന ആസിഫ് അലിയൊക്കെ കിഡിലാണ്, ഇപ്പോൾ ഒന്നും പറയാനില്ല. പിന്നെ യൂത്ത് ആക്ട്രസിൽ വൺ ഓഫ് ദ പ്രോമിസിങ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ടുള്ള അപർണ ബാലമുരളി. പിന്നെ ആസിഫ് അലി ആൻഡ് അപർണ ഇസ് ഗ്രേറ്റസ്റ്റ് ഹിറ്റ് കോംബോ ആണ് എപ്പോഴും. ഒരുപാട് പടങ്ങളുണ്ട്, ഒരുപാട് പടങ്ങളുണ്ട്, നല്ല രസമുള്ള പടങ്ങൾ. ബിടെക്, പിന്നെ ഹാപ്പി സൺഡേ ഹോളിഡേ, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഇനിയും ഉണ്ട് 2-3 പടങ്ങൾ. പിന്നെ അർജുൻ എന്താണ് ബിഗ് ബോസ് സീസണിൽ ഉണ്ടായിരുന്നു. 6-ലല്ല 5-ലായിരുന്നു തോന്നുന്നു. മറ്റേ ജാസ്മിൻ, ശ്രീതു, ആ ഒരു ഗബ്രിയുടെ ആ ഒരു ടൈമിൽ അർജുൻ വന്നു. അർജുൻ ഗോട്ട് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. മിറാഷ് എന്നൊരു മൂവിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് അപ്പാർട്ട് ഫ്രം ആ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ, മൂവി എന്നൊരു രീതിയിൽ പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ഷിറ്റിയസ്റ്റ് മൂവി എവർ സീൻ ഇൻ 2025 ഫ്രം തിയേറ്റർ. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഒരുപാട് ടേൺസ് ആൻഡ് ട്വിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു നല്ല മൂവി ആവില്ല എന്ന് ജിത്തു ജോസഫിനോട് ആരെങ്കിലും ഒന്ന് പോയി പറഞ്ഞു കൊടുക്കണം. കാരണം ഒരു 10-15 പടം എടുക്കാനുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ പ്രഡിക്റ്റബിളാണ്. ഒരു കാര്യമാണ് എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാറുള്ളത്, അപർണ ബാലമുരളിയുടെ ഫ്ലാഷ് ബാക്ക്. ബാക്കിയെല്ലാം ഞാൻ പ്രഡിക്റ്റഡ് ചെയ്തിരുന്നു. പ്രഡിക്റ്റബിൾ ആണെങ്കിലും ഇറ്റ്സ് ഓക്കെ. മൂവി മേക്കിംഗ് വാസ് സോ ബാഡ്, സോ പുവർ. ക്യാമറ വാസ് സോ ബാഡ്, BGM വാസ് സോ ബാഡ്. വില്ലൻ കോമഡിയാണ്, വില്ലനെ പറയാണ്ടിരിക്കുക നല്ലത്. അതൊരു അവസ്ഥയായിരുന്നു ആ പടം കണ്ടു തീർന്നത്. ക്ലൈമാക്സ് ഒക്കെ ഒരു ഇമോഷണൽ സീനിൽ കൂടെ പോകുമ്പോൾ ഞാൻ മാത്രമല്ല, കംപ്ലീറ്റ് ഓഡിയൻസ് ഇൻ ദ തിയേറ്റർ വാസ് ലാഫിങ്. അത്രക്കും ഷിറ്റ് മൂവി ആയിരുന്നു. വെരി പുവർ മെയ്ഡ് മൂവി മിറാഷ് 2025. എനിക്ക് തോന്നുന്നത് 2024-25 കാലഘട്ടത്തിൽ ആസിഫ് അലി ഡെലിവർ ചെയ്ത ഏറ്റവും ബാഡ് വേഴ്സ് ആയിട്ടുള്ള മൂവി അതാണ് മിറാഷ്. സോ കമ്മിങ് ബാക്ക് ടു ബിഗ് ബോസ്, പിന്നെ കാണുന്നത് നേരെ ക്യാമറ ഫോക്കസ് ലിവിങ് റൂമിൽ മറ്റേ അനീഷിനെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുകയാണ് ആദില ആൻഡ് നൂറ. ഷാനവാസും ഇടയ്ക്ക് കയറുന്നു, ബട്ട് ആദില ഈസ് ടു ഇറിറ്റേറ്റിംഗ്. ആദിലനൊക്കെ പിടിച്ച് പുറത്ത് കളയേണ്ട ടൈം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലനെ എവിക്റ്റ് ചെയ്യിപ്പിക്കുക. വിൽ സീ ഹൗ നൂറ പ്ലേ ദ ഗെയിം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇവർ 2 പേരെയും നിങ്ങൾ വീട്ടിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സേഫായിട്ട് വളരെ ബോറിംഗ് ആയിട്ട് ഇവർ കളിച്ചുകൊണ്ടിരിക്കും. ബട്ട് ഒരാളെടുത്ത് കളഞ്ഞാൽ, അതായത് ആദിലനെ എടുത്ത് എവിക്റ്റ് ചെയ്യിപ്പിക്കുക, നൂറയുടെ ഗെയിം എന്താവുന്ന അപ്പം കണ്ടറിയണം. ഇപ്പോൾ ഐ ഡോണ്ട് സീ എനി ഗെയിം ഓർ ഒന്നും ചെയ്യുന്നില്ല നൂറ ആദിലിപ്പോൾ. അതിനൊറ്റ ഒരു സൊല്യൂഷൻ ഉള്ളൂ, ആദിലിനടുത്ത് എവിക്റ്റ് ചെയ്യിപ്പിക്കുക, നൂറയുടെ ഗെയിം കാണാം. പിന്നെ വെസൽ, പുതിയ ക്യാപ്റ്റൻ ഒനീൽ വന്നു, പുതിയ കിച്ചൺ ടീം, പുതിയ വെസൽ ടീം. അതിൽ വെസൽ ടീമിന് ക്യാപ്റ്റനായിട്ട് അനീഷാണ്. അനീഷിൻ്റെ കൂടെ ആദിലുണ്ട്, ജിഷിനുണ്ട്, പിന്നെ ജിസേലുണ്ട്. അപ്പോൾ അവരും ഇവരൊക്കെ ഉണ്ട്. അവർ ഓരോ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വഴക്ക് നടക്കുന്നുണ്ട്. ജിഷിൻ ചുമ്മാ മണ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഹാൻഡ് ഓവർ രാവിലെയാണ് ഹാൻഡ് ഓവർ. അപ്പോൾ അതിലുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പുതിയ വെസൽ ടീമിലോട്ട് വന്നിട്ടുള്ളത്. എന്നിട്ട് ഉച്ചക്കത്തെ ഇതിൽ ക്ലീനിങ്ങിൽ വെസലിൽ ഒരുപാട് ക്ലീൻ ചെയ്യണ്ട. അപ്പോൾ അതിൽ എല്ലാവരും കൂടി ഒന്നിച്ച് ക്ലീൻ ചെയ്യണം. അതാണ് അനീഷ് ചോദിച്ചത്. ബട്ട് ജിഷിൻ
എന്താ പറയുക, ഒരു ഫുള്ള് മണ്ടത്തരങ്ങൾ പറയാൻ വേണ്ടി മാത്രം വന്നൊരു contestant ആണ് ജിഷിൻ. ഇടയ്ക്കൊക്കെ ഒരു എന്തെങ്കിലും പറയുന്നത് വെച്ചാൽ 90% ടൈം വെറും പൊട്ടത്തരങ്ങളും, എന്താണ്, ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഇന്ന് തന്നെ വെസലിൻ്റെ ഇതിൽ ഒരു കാര്യമില്ല, എല്ലാവരും ടീമായി ചെയ്യേണ്ടതാണ്. ബട്ട് ആദില ആൻഡ് ജിഷിൻ, സോ ഇറിറ്റേറ്റിംഗ്. ആദില എന്ന് പറഞ്ഞു കഴിഞ്ഞ ക്യാരക്ടർ ഒന്നൊരു കോണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് സീസൺ 7 വീണ പറയാനുള്ള സമയം കഴിഞ്ഞ വീക്കോട് കൂടി അയക്കുന്നു. ബട്ട് സ്റ്റിൽ ഷീ സ്റ്റേയിങ്. നല്ല ബോറാണ് സത്യം പറയല്ലോ. അതിൽ സോ ബോറിങ് നവ ഡേയ്സ്. അത് കഴിഞ്ഞ് നേരെ അവരൊരു എന്താണ്, കോഴി പറ 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 കിളി പറ പറ എന്നുള്ള സ്വന്തമായിട്ട് ടാസ്ക് കളിക്കുന്നുണ്ട്. അത് അവരൊരു ഫണ്ണി ആയിട്ടില്ല, വീട്ടിനുള്ളിൽ ഫണ്ണി ആയിട്ട് ബോറിംഗ് ആണ്, വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സോ ദേ പ്ലേഡ്. അതിൽ ജിസേൽ വിന്നറായി. പിന്നെ നേരെ നടന്നത് ബേബി അവാർഡ് ഷോ 50ാമത്തെ എപ്പിസോഡ് പ്രമാണിച്ചിട്ട് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക്. അതിൽ മോസ്റ്റ് ഫേമസ് ആയിട്ട് അവിടുത്തെ വീട്ടിലത്തെ ആൾക്കാർ സെലക്ട് ചെയ്തത് നെവിനാണ്. ചിരിച്ച് കോമഡിയാണ്. എന്നിട്ട് നവീം അത് പറഞ്ഞ ഡയലോഗ്, ഇനി ഞാൻ ഈ കപ്പടിച്ച് പുറത്തു പോകാനാണ് ആഗ്രഹം, നീ ഒലത്തും, നീ കപ്പല്ല അടിക്കുക. നെവിൻ ഒരു നല്ല എന്റർടൈനറാണ്, ബട്ട് കപ്പൊന്നും ഒരിക്കലും കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. നെവിൻ കപ്പടിച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് കാണൽ ഞാൻ നിർത്തും സീസൺ 7. പിന്നെ ആരും മൈൻഡ് ചെയ്യാത്തൊരു വ്യക്തി ആരായിരിക്കും? അത് വീട്ടിലത്തെ എല്ലാവരും കൂടി വോട്ട് ചെയ്ത് കൊടുത്ത അവാർഡ് ലക്ഷ്മിക്കായിരുന്നു. പിന്നെ എന്താണ്, ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടുന്ന വ്യക്തി, ഉദ്ഘാടനം, അതായത് ഓരോ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ ആൾക്കാർക്കും അത് അനുമോൾ എന്നാണ് എല്ലാ വീട്ടിലത്തെ എല്ലാവരും പറഞ്ഞത്. തീരെ ഇനോഗ്രേഷൻ കിട്ടാത്ത ആളിൽ അവിടുത്തെ ആൾക്കാർ സെലക്ട് ചെയ്ത് അക്ബർ, അനീഷ്, ഷാനവാസിനെ. പിന്നെ എന്താണ്, മോർ പ്രൊപ്പോസൽസ്, അതായത് ഈ ഷോന് ശേഷം ഏറ്റവും കൂടുതൽ പ്രൊപ്പോസൽസ് കിട്ടുക സാബുമ എന്നാണ് അവർ കരുതുന്നത്. പിന്നെ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന വ്യക്തി ആരായിരിക്കും? അത് ഷാനവാസ്. പിന്നെ ബിഗ് ബോസിന് ഒരു ട്രേഡിംഗ് അക്കാഡമി തുടങ്ങാൻ പോകുന്നത് ആരായിരിക്കും? അനീഷ്. ഫാഷൻ ഐക്കൺ ജിസേൽ. ട്രെൻഡ് സെറ്റർ ആവാൻ പോണത് നെവിൻ. ക്രിയേറ്റർ ഓഫ് മാസ് ഡയലോഗ് ഷാനവാസ്. എന്താണ്, കിഡ്നാപ്പ്, അതായത് ഷോ കഴിഞ്ഞ ഉടനെ തന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്ന വ്യക്തി ആരായിരിക്കും? അനുമോൾ. പിന്നെ എൻഡ് ഓഫ് ദ ഷോ, അതായത് കൂടുതൽ ഫാൻസ്, അതായത് എൻഡ് ഓഫ് ദ ഷോയിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടാകാൻ പോണത് ആരായിരിക്കും? അനീഷിന്. അതായത് പിന്നെ ഈ ഒരു വേളയിൽ തീരെ അവാർഡ് കിട്ടാത്തത്, അതായത് ഈ ഒരു അവാർഡ് ഷോ കഴിഞ്ഞിട്ടും ഒരു അവാർഡ് പോലും കിട്ടാത്ത വ്യക്തികൾ ആരായിരിക്കും? അതിൽ അവിടുത്തെ കോണ്ടസ്റ്റൻസ് സെലക്ട് ചെയ്തത് അനീഷ്, ആര്യൻ, ഒനീൽ, ബിന്നി, ആദില. പിന്നെ ക്രിയേറ്റീവ് ഹെഡായിട്ട് നെക്സ്റ്റ് BBയുടെ ക്രിയേറ്റീവ് ഹെഡായിട്ട് അവിടുത്തെ ആൾക്കാർ സെലക്ട് ചെയ്തത് ഒനിയലാണ്. പിന്നെ ഇത്രേ ഉള്ളൂ. ബാക്കി ഡേ 50 മെയിനായിട്ട് വേറെ നടന്നിട്ടില്ല. നേരത്തെ ഫസ്റ്റത്തെ ഇതിൽ ഞാൻ പറഞ്ഞ ആ ബിന്നിയുടെ കുത്തിത്തിരിപ്പിൽ ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ എപ്പിസോഡ് നൈറ്റിൽ അഭിലാഷ്, സാബുമാൻ, ഒനിയലിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് ജിസേൽ ആര്യൻ്റെ ലവ് ട്രാക്കാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, അവരുടെ ലവ് ട്രാക്കും കാര്യങ്ങളും, മറ്റേ ആര്യനെ അവരുടെ സാരിത്തുമ്പിലാണ്, ജിസേൽ പണിയൊന്നും എടുക്കുന്നില്ല, ഒരു ആസ് എ സ്ലേവായിട്ട് ആര്യൻ എല്ലാ പണി എടുത്തു കൊടുക്കുന്നു എന്ന് അഭിലാഷ് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. അഭിലാഷ് പറയുന്നത് ഇനി ഞാൻ ഫുള്ള് അങ്ങോട്ട് എൻ്റെ കളി മാറും, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ അഭിലാഷ് കുറേ കാലങ്ങളായിട്ട് പറയുന്നതാണ്. പക്ഷെ അഭിലാഷ് എന്താ ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 50 ഡേയ്സിൽ എനിക്കറിയില്ല, വെറും ഡയലോഗ് മാത്രമുള്ളൂ. എന്തായാലും ബിന്നിയുടെ കുത്തിത്തിരി സ്റ്റിൽ വർക്കിംഗ്, ഷീ സ്റ്റിൽ ഡൂയിങ് ദാറ്റ്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ എപ്പിസോഡ് ഇങ്ങനെ കുറേ 2-3 പാലിങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് അറിയില്ല, നാളെ അറിയാം. സോ ഇതാണ് ഇന്ന് മെയിനായിട്ട് ഡേ 50 ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൽ നടന്നത്. പ്രത്യേകിച്ചൊന്നും നടന്നിട്ടില്ല. വോട്ട് ഫോർ ദ റൈറ്റ് കോണ്ടസ്റ്റൻസ്. PR-ൻ്റെ ഇതിൽ പെടാണ്ടിരിക്കുക, നല്ല കോണ്ടസ്റ്റൻറ്റിനെ വിജയിപ്പിക്കാൻ നോക്കുക. സീസൺ 7 നല്ലൊരു കോണ്ടസ്റ്റൻ്റ് ഇല്ല, ബട്ട് ഉള്ളതിൽ മെച്ചം അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. ഈ സാബുമാൻ, ആര്യൻ എന്നിവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ഔട്ട് ചെയ്യാൻ നോക്കുക. കുറച്ചുകൂടെ ആലോചിച്ചും കണ്ടും വോട്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ ഓഡിയൻസും. ദാറ്റ്സ് ഇറ്റ്. പോയി വരാം. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ശുഭരാത്രി, ബൈ ബൈ.